dear aspirants, ടൈം സ്പീഡ് ഡിസ്റ്റൻസിലെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ് റേസ് പ്രോബ്ലംസ്. അതായത് ഓട്ട മത്സരങ്ങൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ തന്നെ രണ്ട് കാറ്റഗറി ഉണ്ട്, ലീനിയർ റേസ് പ്രോബ്ലംസ് ആൻഡ് സർക്കുലർ റേസ് പ്രോബ്ലംസ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ റേസ് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ലീനിയർ റേസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീനിയർ ട്രാക്കിലൂടെ ഓടുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലീനിയർ റേസ് പ്രോബ്ലംസിൽ വരുന്നത്. അപ്പൊ അതിൽ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈം സ്പീഡ് ഡിസ്റ്റൻസിൽ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കൺസെപ്റ്റ്സും സെയിം കാര്യങ്ങളും തന്നെയാണ് അപ്ലൈ ചെയ്യാനുള്ളത്. പക്ഷെ അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ടേംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടേം ആണ് ഡെഡ് ഹീറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെഡ് ഹീറ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആരും ജയിക്കാത്ത സിറ്റുവേഷൻ ആണ് ഡെഡ് ഹീറ്റ്. അതായത് എല്ലാ പാർട്ടിസിപ്പൻസും ഒരേ സമയം കൊണ്ട് ഈ ഒരു ട്രാക്ക് അല്ലെങ്കിൽ ഈ ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഡെഡ് ഹീറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. ഇനി രണ്ടാമതായി, ഒരാൾ ജയിക്കുന്ന കേസിൽ ഒരാൾ മറ്റൊരാളെക്കാളും എങ്ങനെ ജയിച്ചു എന്ന് പറയുന്നത് രണ്ട് സിറ്റുവേഷൻ ആയിട്ട് പറയും. അതായത് ഒന്നുകിൽ എത്ര ഡിസ്റ്റൻസിന് ജയിച്ചു അല്ലെങ്കിൽ എത്ര ടൈമിന് ജയിച്ചു. ഒരു എക്സാമ്പിൾ ആയി പറയുകയാണെങ്കിൽ, ഇൻ എ 500 മീറ്റർ റേസ് എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ അവിടെ എ ബിയെ 100 മീറ്ററിന് തോൽപ്പിച്ചു എന്നാണ് അർത്ഥം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരു 500 മീറ്റർ റേസിൽ എ ബിയെ 100 മീറ്ററിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ ജയിക്കുന്നയാൾ എപ്പോഴും കംപ്ലീറ്റ് ആ ഒരു റേസ് ഓടിയ ആളായിരിക്കണം. അതായത് എ 500 മീറ്ററും ഓടിയിട്ടുണ്ടായിരിക്കും. എ കവർ ചെയ്ത ഡിസ്റ്റൻസ് 500 മീറ്റർ ആണ്. എ 500 മീറ്റർ കവർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബി എവിടെയായിരിക്കും? ബി 100 മീറ്റർ പുറകിലായിരിക്കും. അതായത് എ ഒരു 500 മീറ്റർ കവർ ചെയ്യുന്ന സമയം കൊണ്ട് ബി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എയേക്കാളും 100 മീറ്റർ കുറവ്, 500നേക്കാളും 100 മീറ്റർ കുറവ് അല്ലെങ്കിൽ 400 മീറ്റർ ആയിരിക്കും ബി കവർ ചെയ്ത ഡിസ്റ്റൻസ്. അവിടെ നമുക്ക് നമ്മുടെ റേഷ്യോ കൺസെപ്റ്റ് എടുക്കാവുന്നതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ സമയം കൊണ്ട് എയും ബിയും സഞ്ചരിച്ച ദൂരത്തിന്റെ റേഷ്യോ എന്താണ്? ഇവിടെ എയുടെയും ബിയുടെയും ഡിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 500:400 അല്ലെങ്കിൽ 5:4 ആയിരിക്കും. ഒരു സമയം, ഒരു പെർട്ടിക്കുലർ സമയം രണ്ടുപേര് സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ റേഷ്യോ എന്ന് പറയുന്നത് അവരുടെ സ്പീഡിന്റെ റേഷ്യോന് ഈക്വൽ ആണ്. അതായത് ഇവിടെ രണ്ടുപേരുടെയും സ്പീഡിന്റെ റേഷ്യോ എന്താണ്? സ്പീഡിന്റെ റേഷ്യോ എന്ന് പറയുന്നതും 5:4 ആണ്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എ ബിയെ ബീറ്റ് ചെയ്യുന്നത് ഇത്ര സമയം കൊണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കാം. ഇനി 500 മീറ്റർ റേസ് എ ബീറ്റ്സ് ബി ബൈ 10 സെക്കൻഡ്സ് എന്നാണ് തന്നതെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എ ഈ ഒരു ഫുൾ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയത്തെക്കാളും 10 സെക്കൻഡ് കൂടുതലായിരിക്കും ബി എടുക്കുന്നത്. അതായത് എ ഈ ഒരു ട്രാക്ക് ഫുള്ളി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം t സെക്കൻഡ്സ് ആണെങ്കിൽ ഇതേ ട്രാക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബി എടുക്കുന്ന സമയം ടിയേക്കാളും 10 സെക്കൻഡ് കൂടുതൽ അല്ലെങ്കിൽ t+10 സെക്കൻഡ് ആയിരിക്കും. ഇതാണ് രണ്ടാമത്തെ രീതിയിൽ എ ബിയെ ജയിച്ചു എന്ന് പറയുന്നത്. ഇനി ചില സന്ദർഭങ്ങളിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തും തരാറുണ്ട്. അതായത് ഇൻ എ 500 മീറ്റർ റേസ് എ ബീറ്റ്സ് ബി ബൈ 100 മീറ്റർ ഓർ 10 സെക്കൻഡ്. അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എ 500 മീറ്റർ കവർ ചെയ്ത് ആ ഒരു കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന സമയം കൊണ്ട് ബി അതിനേക്കാളും 100 മീറ്റർ പുറകിലായിരിക്കും നിൽക്കുന്നത്. അപ്പൊ 10 സെക്കൻഡിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇനി വീണ്ടും ഈ ഒരു 100 മീറ്റർ കവർ ചെയ്യാൻ ബി എടുക്കുന്ന സമയം 10 സെക്കൻഡ് ആണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ബിയുടെ സ്പീഡ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് എന്ത് പറയാം? ബി 100 മീറ്റർ കവർ ചെയ്യാൻ 10 സെക്കൻഡ് എടുക്കും. അതായത് ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 100 മീറ്റർ ഡിവൈഡഡ് ബൈ 10 സെക്കൻഡ്സ് അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇവിടെ നമുക്ക് ഫെയിലിയർ ആയ ഒരാളുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ അയാളെ തോൽപ്പിക്കുന്നത് എത്ര മീറ്ററിനും എത്ര സമയത്തിനുമാണെന്ന് അല്ലെങ്കിൽ എത്ര ഡിസ്റ്റൻസിനും എത്ര സമയത്തിനുമാണെന്ന് കിട്ടിയാൽ മതി. ഇനി മൂന്നാമത്തെ ടേം ആണ് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡ് സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന അഡ്വാൻറ്റേജ് ആണ്. അതും നമുക്ക് രണ്ട് രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഒന്നുകിൽ ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ സമയമായിട്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ 500 മീറ്റർ റേസ് എ ഗിവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 50 മീറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ബിക്ക് എ കൊടുക്കുന്നത് 50 മീറ്ററിന്റെ സ്റ്റാർട്ട് ആണ്. അവിടെ എന്താണ് കൊടുക്കുന്നത്? ഡിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. 50 മീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ് ബിക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടുന്നത്. അതെങ്ങനെയാണോ നമുക്ക് നോക്കാം. ഇവിടെ 500 മീറ്റർ ആണ് ടോട്ടൽ നമ്മുടെ ഡിസ്റ്റൻസ് വരുന്നത്, കവർ ചെയ്യാനുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അതായത് എ എന്ത് ചെയ്യണം? ഈ 500 മീറ്റർ ഡിസ്റ്റൻസും കവർ ചെയ്യണം.
പക്ഷേ ബി എവിടുന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ? എ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനേക്കാളും ഒരു 50 മീറ്റർ മുന്നിൽ നിന്നാണ് ബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഒരു 50 മീറ്റർ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ എ ഇവിടെ 500 മീറ്റർ കവർ ചെയ്യേണ്ട ആ ഒരു റേസിൽ ബിക്ക് എത്ര മീറ്റർ കവർ ചെയ്താൽ മതി? ബിക്ക് വെറും 450 മീറ്റർ കവർ ചെയ്താൽ മതി. ഇതാണ് ഡിസ്റ്റൻസ് ആയിട്ട് അഡ്വാൻറ്റേജ് കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർട്ട് കൊടുക്കുക, ഹെഡ് സ്റ്റാർട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇനി ടൈം ആണെങ്കിലോ ഹെഡ് സ്റ്റാർട്ട് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ 500 മീറ്റർ റേസ് എ ഗിവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 20 സെക്കൻഡ്സ് എന്നാണ് പറയുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഒരു ട്രാക്കിന്റെ ലെങ്ത് 500 മീറ്റർ ആണ്. ആൻഡ് എ ഹാവ് ടു കംപ്ലീറ്റ് ദിസ് 500 മീറ്റർ. പക്ഷേ എ ഓടാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു 20 സെക്കൻഡ് എന്ത് ചെയ്യും? നമ്മുടെ ബി ഓടി കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് ബിയുടെ സ്പീഡ് വെച്ചിട്ട് ബി 20 സെക്കൻഡ്സ് എത്ര ദൂരം കവർ ചെയ്യാൻ സാധിക്കുമോ അത്രയും ദൂരം കവർ ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ എന്ത് ചെയ്യുള്ളൂ? എ ഓടാൻ തുടങ്ങുള്ളൂ. അവിടെ ബിക്ക് ലഭിക്കുന്നത് എന്താണ്? ഒരു 20 സെക്കൻഡിന്റെ അഡ്വാൻറ്റേജ് ആണ് ലഭിക്കുന്നത്. അതാണ് ഒരു ടൈം ഹെഡ് സ്റ്റാർട്ട് ആയിട്ട് ലഭിക്കുന്നത്. പൊതുവെ ഇതേപോലെ സ്റ്റാർട്ട് അല്ലെങ്കിൽ ഹെഡ് സ്റ്റാർട്ട്സ് വരുന്ന ക്വസ്റ്റ്യൻസിലെല്ലാം ഡെഡ് ഹീറ്റ് ആയിട്ടാണ് റേസ് കംപ്ലീറ്റ് ആവാറുള്ളത്. എന്നാൽ അതല്ലാത്ത കേസും ഉണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ എ 1 കിലോമീറ്റർ റേസ് എ ഗിവ്സ് ബി എ സ്റ്റാർട്ട് ഓഫ് 100 മീറ്റർ ആൻഡ് സ്റ്റിൽ ബീറ്റ്സ് ബി ബൈ 50 സെക്കൻഡ്സ്. അതായത് 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ വരുന്ന ഒരു റേസിൽ എ ബിക്ക് 100 മീറ്റർ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ സ്റ്റാർട്ട് കൊടുത്തിട്ടും ബി എന്ത് ചെയ്തു? 50 സെക്കൻഡിന് തോറ്റു. എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ നമുക്ക് എ ടോട്ടലി കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1000 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി എ എടുത്ത സമയം നമുക്ക് T സെക്കൻഡ്സ് എന്ന് കൊടുക്കാം. എന്നാൽ ബി നമ്മൾ നോക്കുമ്പോൾ എ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിനേക്കാളും 100 മീറ്റർ കുറവ് മതി ആർക്ക്? ബിക്ക് കവർ ചെയ്യാൻ, അല്ലേ? ഒരു 100 മീറ്ററിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ബി 100 മീറ്റർ മുന്നിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടും ഈ T സെക്കൻഡ് കൊണ്ട് എവിടെ എത്തുന്നില്ല? നമ്മുടെ ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നില്ല. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എ ടോട്ടൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 മീറ്റർ കവർ ചെയ്യുന്ന സമയം കൊണ്ട് ബിക്ക് എത്ര ദൂരം പോലും കവർ ചെയ്യാൻ സാധിക്കുന്നില്ല? 900 മീറ്റർ പോലും കവർ ചെയ്യാൻ സാധിക്കുന്നില്ല. ബി അപ്പോഴും ഒരു 50 സെക്കൻഡ് പുറകിലാണ്. സോ എന്ത് പറയാൻ സാധിക്കും? ഇപ്പം ബിക്ക് ഇവിടെ ആ ഒരു T സെക്കൻഡ്സ് കൊണ്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ദൂരം ഇത്രയും മാത്രമാണ്. ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമേ ബിക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ബിക്ക് 900 മീറ്റർ കവർ ചെയ്ത് ഫിനിഷിംഗ് ലൈനിൽ എത്തണം എന്നുണ്ടെങ്കിൽ എത്ര സമയമാണ് ഇവിടെ എടുക്കുന്നത്? T സെക്കൻഡ്സിനേക്കാളും ഒരു 50 സെക്കൻഡ് കൂടുതൽ, T പ്ലസ് 50 സെക്കൻഡ്സ് ടൈം എടുത്തുകൊണ്ടാണ് ബി എന്ത് ചെയ്യുന്നത്? ഫിനിഷിംഗ് ലൈനിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് പിന്നീട് നോക്കാം. ഇത്രയും നേരം നമ്മൾ നോക്കിയതൊക്കെ 2 പാർട്ടിസിപ്പൻസ് വരുന്ന കേസസ് ആണ്. അതായത് ഒരു റേസിൽ 2 പേര് ഓടുന്ന സമയത്ത് വരുന്ന ടേംസും കാര്യങ്ങളും ആണ് മെയിൻലി നോക്കിയിട്ടുള്ളത്. ഇനി 3 പാർട്ടിസിപ്പൻസ് വരുന്ന കേസസ് ആണെങ്കിൽ അവിടെ മെയിൻലി നമുക്ക് നോക്കാനുള്ളത് വിന്നർ എത്ര ഡിസ്റ്റൻസിന് ജയിച്ചു, തോറ്റയാളെക്കാളും എത്ര ഡിസ്റ്റൻസിന് ജയിച്ചു എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ആൻഡ് ഓൾസോ നമുക്ക് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റേഷ്യോ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് മാത്രമാണ് അവിടെ ചോദിക്കാറുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നോക്കാം. In a 400 meter race, A beats B by 40 meter and in the same race, B beats C by 100 meter. Then, in how much distance A beats C in the same race? ഇവിടെ പറയുന്നത് എന്താണ്? ഒരു 400 മീറ്റർ വരുന്ന റേസിൽ എ ബിയെ തോൽപ്പിക്കുന്നത് 40 മീറ്ററിനും ഇനി അതേ റേസിൽ ബി സിയെ തോൽപ്പിക്കുന്നത് 100 മീറ്ററിനുമാണെങ്കിൽ ഈ റേസിൽ എ സിയെ തോൽപ്പിക്കുന്നത് എത്ര മീറ്റർ ഡിസ്റ്റൻസിലാണ്? അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞൊരു കൺസെപ്റ്റ്, അതായത് എപ്പോഴും ജയിക്കുന്ന വ്യക്തി ആ ഒരു കംപ്ലീറ്റ് റേസ് എന്തായിരിക്കണം? ഓടിയിരിക്കണം. അപ്പൊ എ ബിയെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ എ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്? 400 മീറ്റർ. അപ്പൊ എ 400 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം കൊണ്ട് ബി എത്ര ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്? ബി അതിനേക്കാളും 40 മീറ്റർ കുറവ് ദൂരമാണ് സഞ്ചരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെയിം ആയിട്ടുള്ള ഒരു റേസ് നോക്കുകയാണെങ്കിൽ എ 400 മീറ്റർ കവർ ചെയ്യുന്ന സമയം കൊണ്ട് ബി എത്ര ദൂരമാണ് കവർ ചെയ്യുന്നത്? ബി 360 മീറ്റർ ദൂരമാണ് കവർ ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഒരു പെർട്ടിക്കുലർ സമയത്തിൽ എയും ബിയും സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ എയുടെ ഡിസ്റ്റൻസ് 400 മീറ്റർ, ആ സമയം കൊണ്ട് ബി സഞ്ചരിക്കുന്ന ദൂരം 360 മീറ്റർ. ഇനി ഇതേപോലെ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ബി സിയെ തോൽപ്പിക്കുന്നത് എത്ര മീറ്ററിനാണ്? 100 മീറ്ററിനാണ്. അതായത് ഈ ഒരു സെയിം ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു റേസിൽ ബി ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ,
അതായത് ബി 400 മീറ്റർ സഞ്ചരിക്കുന്ന ആ ഒരു സമയം കൊണ്ട് സി എത്ര ദൂരം സഞ്ചരിക്കും? സി അതിനേക്കാളും 100 മീറ്റർ പുറകിലാണ്, അല്ലെങ്കിൽ 300 മീറ്റർ മാത്രമേ സി സഞ്ചരിക്കുന്നുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് റേഷ്യോ കിട്ടുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ സമയത്ത് എയും ബിയും സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ റേഷ്യോയും അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സമയം കൊണ്ട് ബിയും സിയും സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ റേഷ്യോ. ഈ രണ്ട് റേഷ്യോയും കൂടെ നമുക്ക് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? എ 400 മീറ്റർ സഞ്ചരിക്കുമ്പോൾ ബി 360 മീറ്ററും അതേപോലെ സി എത്ര മീറ്റർ വരും? 270 മീറ്ററും. അതായത് രണ്ട് റേഷ്യോയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 400:360:270 എന്നുള്ള റേഷ്യോയിലായിരിക്കും ഇവർ സഞ്ചരിക്കുന്ന ദൂരത്തിന്റെ റേഷ്യോ വരുന്നത്. അപ്പൊ ഇതിൽ നിന്നും എന്ത് വിസിബിൾ ആണ്? എ 400 മീറ്റർ കവർ ചെയ്യുമ്പോൾ സി എത്ര ദൂരം പുറകെയാണ് നിൽക്കുന്നത്? സി നിൽക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400-നേക്കാളും എത്ര കുറവാണ്? 130 മീറ്റർ കുറവാണ്. അതായത് എ സിയെ തോൽപ്പിക്കുന്നത് 130 മീറ്ററിലാണെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു റേഷ്യോ കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് ഒട്ടുമിക്ക 3 പാർട്ടിസിപ്പൻസ് പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇത്രയും ടേംസ് അല്ലെങ്കിൽ ഇത്രയും കൺസെപ്റ്റ്സ് ആണ് ലീനിയർ ട്രാക്ക് പ്രോബ്ലംസിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ ഒരു കൺസെപ്റ്റ്സ് ബേസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലംസും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസിന്റെ ഒരു വീഡിയോ മാത്രമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.